ഹായ് എവരി വൺ, കർമ്മ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പാർട്ണർഷിപ്പ് എന്ന വാക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്? പാർട്ണർഷിപ്പ് എവിടെയൊക്കെയാണ് കേട്ടേക്കുന്നത്? നമ്മൾ ക്രിക്കറ്റ് കളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടേക്കുന്നത്? ഇപ്പൊ രണ്ട് ബാറ്റ്സ്മാനും ഒരുമിച്ച് നിന്ന് എടുത്തേക്കുന്ന അവരുടെ ടോട്ടൽ സ്കോർ, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ എടുത്തേക്കുന്ന സ്കോർ, അതിനെ നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന പാർട്ണർഷിപ്പ് അതൊന്നുമല്ല, ബിസിനസ്സിലെ പാർട്ണർഷിപ്പാണ്. എന്താണ്? ബിസിനസ്സിലെ പാർട്ണർഷിപ്പാണ്. ഓക്കെ, ബിസിനസ്സിലെ പാർട്ണർഷിപ്പിനെ പറ്റി പറയുമ്പോൾ എന്താണ് പാർട്ട്നേഴ്സ്, എന്താണ് പാർട്ണർഷിപ്പ്? ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയാലോ? ഓക്കെ, ആനപ്പാറയിലെ അച്ചാമ്മയും 500 കൂടെ ഒരു ആനയെ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, അതായിരുന്നു അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ആനയെ വാങ്ങിക്കുന്നു, അവരെല്ലാ കല്യാണത്തിനും കൊണ്ടുപോയി പനിനീര് കളിപ്പിക്കും. അതായിരുന്നു അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാ? ആനപ്പാറയിലെ അച്ചാമ്മയും 500 കൂടെ ഒരു ആനയെ വാങ്ങിക്കുന്നു, എല്ലാ കല്യാണത്തിനും കൊണ്ടുപോയി പനിനീര് കളിക്കുക എന്നുള്ളതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഓരോ കല്യാണത്തിന് മുമ്പ് അവർക്ക് കാശ് കിട്ടും. ഓക്കെ, ഈ 500 എന്ന് പറയുന്ന ആള് കാശ് ആദ്യം ഇട്ടതേ ഉള്ളൂ. 500 പിന്നെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ആനയും കൊണ്ട് എങ്ങും പോകുന്നൊന്നുമില്ല. പക്ഷെ അച്ചാമയാണ് പകരം എന്ത് ചെയ്യുന്നത്? ആനയും കൊണ്ട് എല്ലായിടത്തും കല്യാണത്തിനും പോകുന്നത്. ഈ ബിസിനസ് റൺ ചെയ്യുന്നത് എല്ലാവരും അച്ചാമയാണ്. അപ്പം അച്ചാമ പറയുന്നത്, ആന പറഞ്ഞ അച്ചാമ പറയുന്ന പേരാണ് എന്ത്? വർക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത്. 500 എന്ത് ചെയ്യുന്നത്? ആദ്യം ആനയെ വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം 500 പറയുന്നതാണ് എന്ത്? സ്ലീപ്പിംഗ് പാർട്ണർ. അപ്പൊ രണ്ട് പാർട്ട്നേഴ്സും ഉണ്ട്. എന്താണ്? വർക്കിംഗ് പാർട്ട്നേഴ്സും ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സും ഉണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്ന പാർട്ണർ എന്ന് പറയുന്നത് ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് പാർട്ണർ എന്നുള്ളത്. ജസ്റ്റ് പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ആളെ നമ്മൾ എന്ത് പറയും? സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറയും. ഓക്കെ, അതേപോലെ പാർട്ണർഷിപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ പാർട്ണർഷിപ്പും കോമ്പൗണ്ട് പാർട്ണർഷിപ്പും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? സിമ്പിൾ പാർട്ണർഷിപ്പും കോമ്പൗണ്ട് പാർട്ണർഷിപ്പും എന്താണ് വ്യത്യാസം വരുന്നത്? സിമ്പിൾ പാർട്ണർഷിപ്പിലാണെങ്കിൽ ഇപ്പൊ സെയിം കേസ് ഇത് തന്നെ എടുത്തോ. ആനപ്പറയിലെ അച്ചാമ്മയും 500 കൂടെ ആനയെ വാങ്ങിക്കും. 10 ലക്ഷം രൂപയായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. 500 6 ലക്ഷം രൂപ ഇട്ടു, അച്ചാമ്മ 4 ലക്ഷം രൂപ ഇട്ടു. ആദ്യം തന്നെ അത് ഇട്ടു, ഒരാനയെ വാങ്ങിക്കുന്നു. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. അവര് പിന്നെ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാണ്. എല്ലാ കല്യാണത്തിനും കൊണ്ടുപോകുന്നു, ഓർഡർ പിടിക്കുന്നു, പനിനീര് കളിക്കുന്നു, കാശ് വാങ്ങിക്കുന്നു. അങ്ങനെ അവരുടെ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, ആദ്യം അവര് 500 6 ലക്ഷം രൂപയും അച്ചാമ്മ 4 ലക്ഷം രൂപ ഇട്ടതേ ഉള്ളൂ. പിന്നെ അവർ ഇടുന്നേ ഇല്ല. അതായത് ആ ഇട്ട പൈസ ഫിക്സഡ് ടൈം പീരീഡിലേക്ക് അവർ ആ ഇട്ടേക്കുവാണ്. അപ്പൊ ക്യാപിറ്റൽ സെയിം ആണ്, ക്യാപിറ്റൽ ഫിക്സഡ് ടൈം പീരീഡിലേക്കാണ്. അങ്ങനെ വരുന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെങ്കിലോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈം പീരീഡിലേക്കായിരിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പൊ ആനപ്പാറയിലെ അച്ചാമ്മ 500 കൂടെ ആനയെ വാങ്ങിക്കുന്നു. 500 6 ലക്ഷം രൂപയും അച്ചാമ്മ 4 ലക്ഷം രൂപയും ഇട്ടു. പക്ഷെ ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ 500 അത്യാവശ്യം വന്നിട്ട് ക്യാപിറ്റലിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപയും എടുത്തു. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടൈം പീരീഡ് വേരി ചെയ്തു. ഓക്കെ, ക്യാപിറ്റൽ ഫിക്സഡ് ടൈം പീരീഡിലേക്കല്ല വന്നിരിക്കുന്നത്. ആ ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ട് ടൈപ്സ് പാർട്ണർഷിപ്പ് ഉണ്ട്, സിമ്പിൾ പാർട്ണർഷിപ്പും കോമ്പൗണ്ട് പാർട്ണർഷിപ്പും. സിമ്പിൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം പീരീഡ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം ടൈം പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്. കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെങ്കിലോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പില് ക്യാപിറ്റല് ഡിഫറെന്റ് ടൈം പീരീഡിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇപ്പൊ കുറച്ച് നോട്ട്സ് എഴുതിക്കേ. പാർട്ണർഷിപ്പ് എന്ന ഹെഡിങ് കൊടുക്കുക. ഓക്കെ, എഴുതിക്കേ. When two or more than two person run a business jointly, they are called partners. And the deal is known as പാർട്ണർഷിപ്പ്. ഇവിടുത്തെ കേസിൽ അച്ചാമ്മ 500 കൂടെ ആനയെ വാങ്ങിക്കുന്നു. അപ്പൊ അവർ രണ്ടുപേരാണ് അടുത്ത എന്ത്? പാർട്ട്നേഴ്സ്. അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കും, ഒരു കരാർ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി താഴെ എഴുതിക്കും ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. അതിന്റെ താഴെ എഴുതിക്കും സിമ്പിൾ പാർട്ണർഷിപ്പ്. A simple partnership is the one in which the capitals of all the partners are invested for the same time period. Simple partnership is the one in which capitals of all the partners are invested for the same time period. In this partnership, gain or loss is distributed among the partners. Gain or loss is distributed among the partners in the ratio of their investment.
ഇൻ ദ റേഷ്യോ ഓഫ് ദിയർ ഇൻവെസ്റ്റ്മെന്റ്. എന്താ പറയുന്നത്? ഗെയിനോ ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ആ റേഷ്യോയിലായിരിക്കും അവർ ഡിവൈഡ് ചെയ്യുന്നത്. കാര്യം എന്താ? ക്യാപിറ്റൽ ഫിക്സഡ് ടൈം പീരീഡിലേക്ക് വേണ്ടി ഇട്ടേക്കുന്നത്. അതാണ് സിമ്പിൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ പാർട്ണർഷിപ്പ്. ഓക്കെ, ഒരു ഇതുപോലെ എഴുതിക്കും, നോട്ട് പോലെ താഴെ. സപ്പോസ് എ ആൻഡ് ബി invest rupees X and rupees Y. A and B invest rupees X and rupees Y respectively for a year in a business. Then at the end of the year, ratio of profit equals X is to Y. Ratio of profit equals X is to Y. സിമ്പിൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫിക്സഡ് ടൈം പീരീഡിലേക്ക് വേണ്ടിയാണ് ഗെയിൻ ലോസ് ഡിവൈഡ് ചെയ്യുന്നത് ആ റേഷ്യോ ഓഫ് ദർ ഇൻവെസ്റ്റ്മെന്റ് അല്ല ക്യാപിറ്റലിന്റെ റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എ എക്സ് റുപ്പീസ് ഇട്ടു ബി വൈ റുപ്പീസ് ഇട്ടെങ്കിൽ ആ എക്സ് ഇസ് ടു വൈ റേഷ്യോയിലായിരിക്കും എന്ത് അവർ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്യാപിറ്റൽ അല്ല പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ആ ക്യാപിറ്റലിന്റെ റേഷ്യോയിലായിരിക്കും എക്സ് ഇസ് ടു വൈ എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ, ഇതായിരിക്കും കോമ്പൗണ്ട് പാർട്ണർഷിപ്പ്. അടുത്ത ടൈപ്പ് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ്. A compound partnership is the one in which the capitals of the partners are invested for different time periods. In this partnership, gain or loss is divided in the ratio of capital അല്ല equivalent capital. In the ratio of equivalent capital. എന്താന്ന് ഞാൻ പറയാം. equivalent capital. The ratio of equivalent capital. ബ്രാക്കറ്റിൽ എഴുതിക്കോ. equivalent capital എന്ന് പറഞ്ഞാൽ capital into time. സിമ്പിൾ ആണെങ്കിൽ എന്താ? ക്യാപിറ്റലിന്റെ റേഷ്യോ. കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെങ്കിൽ എന്താ? equivalent capital ratio. equivalent capital എന്ന് പറഞ്ഞാൽ എന്താ? capital into time ആണ്. ഓക്കെ, എക്സാമ്പിൾ പോലെ എഴുതിക്കോ താഴെ. സപ്പോസ് A invest rupees X for P months. Suppose A invest rupees X for P months and B invest rupees Y for Q months. Then ratio of profit equals. നേരത്തെ കേസിൽ ക്യാപിറ്റലിന്റെ റേഷ്യോ ആയിരുന്നു. ഇവിടുത്തെ എന്തായിരുന്നു? കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആയതുകൊണ്ട് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. അത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ക്യാപിറ്റൽ എക്സ് ആണ്, ടൈം പി മന്ത്സിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എക്സ് ഇൻറ്റു പി ഈസ് ടു വൈ ഇൻറ്റു ക്യൂ. എഴുതിക്കോ. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സ് പി ഈസ് ടു വൈ ക്യൂ. എക്സും വൈയും ക്യാപിറ്റൽ ആണ്, പിയും ക്യൂവും ടൈം ആണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ടൈം എന്ന് പറയുന്നത് ആ എമൗണ്ട് എത്ര നാൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ടൈമാണ്. ഓക്കെ, നമ്മൾ ഇട്ട എമൗണ്ട് എത്ര നാൾ ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ടൈം വരുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സ് പി ഈസ് ടു വൈ ക്യൂ. ഇനി വർക്കിംഗ് ആൻഡ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. A partner who manages the business is known as working partner. നമ്മുടെ കേസിൽ ആരായിരുന്നു? ആനപ്പാറയിലെ അച്ചാമ്മയായിരുന്നു എന്ത്? വർക്കിംഗ് പാർട്ണർ. കാര്യം പുള്ളിക്കാരിയായിരുന്നു ആനയും കൊണ്ടല്ല പൊക്കോണ്ടിരുന്നത്. ഇതെല്ലാം നോക്കി നടത്തിയതെല്ലാം പുള്ളിക്കാരിയായിരുന്നു. ഓക്കെ, ഇപ്പൊ വർക്കിംഗ് പാർട്ണർ അച്ചാമ്മയായിരുന്നു. ഓക്കെ, അതിന്റെ താഴെ and the one who simply invests the money is known as sleeping partner. അപ്പൊ 500 ആയിരുന്നു സ്ലീപ്പിംഗ് പാർട്ണർ. ഓക്കെ, ഞാൻ ഇതാണ് നോട്ട് പോലെ എഴുതിക്കോ. സപ്പോസ് എ ബി ആൻഡ് സി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽസ് ഇൻ ദ റേഷ്യോ ഓഫ് CA is to CB is to CC, and at the end of the business term, they received the profits in the ratio of PA is to PB is to PC. Then the ratio of time for which they contributed the capital. For which they contributed the capital. TA is to TB is to TC equals PA by CA is to PB by CB is to PC by CC. ബോക്സിലാക്കി വെച്ചാൽ അതായത് ഒരു കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. ക്യാപിറ്റലിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്
പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടൈം റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലിന്റെ റേഷ്യോ ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താന്ന് പഠിച്ചു, വർക്കിംഗ് പാർട്ണർ എന്താന്ന് പഠിച്ചു, സ്ലീപ്പിംഗ് പാർട്ണർ എന്താന്ന് പഠിച്ചു, സിമ്പിൾ പാർട്ണർഷിപ്പ് എന്താന്ന് പഠിച്ചു, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആണ്. മറ്റേ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് എന്താന്ന് പഠിച്ചു, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ്. എത്ര നാള് ആ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ ക്യാപിറ്റൽ റേഷ്യോ ഉണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്ര ക്ലിയർ അല്ലേ? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ ടോപ്പിക് ആണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ. Vinod, Ramesh and Arun started a business jointly by investing rupees 3,80,000, rupees 4 lakh, rupees 4,20,000 respectively. Divide the net profit of rupees 2,40,000 among the partners. Find the share of Arun. 76,000, 80,000, 82,000, 84,000. ആരൊക്കെയാ? വിനോദ്, രമേശ്, അരുൺ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏതൊക്കെയാ? 3,80,000, 4 ലക്ഷം, 4,20,000. പ്രോഫിറ്റ് കിട്ടി 2,40,000 രൂപ. അപ്പം അരുണിന്റെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? ഇത് പറഞ്ഞേ, സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? ഏതാ വരുന്നത്? ക്യാപിറ്റൽ ഫിക്സഡ് ടൈം പീരീഡിലേക്കാണ്. അപ്പൊ എന്താ? സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. സിമ്പിൾ പാർട്ണർഷിപ്പിന്റെ കേസിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലേ? ഇവിടെ ക്യാപിറ്റൽ എന്തൊക്കെ വരുന്നത്? ക്യാപിറ്റല് 3,80,000, 4 ലക്ഷം, 4,20,000. ഈ റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? സീറോസ് എല്ലാം കളയാൻ നമുക്ക് 19:20:21 എന്ന് കിട്ടി. അതായത് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന ഈ റേഷ്യോയിലാണ്. ആരുടെയൊക്കെയാ? വിനോദ്, രമേശ്, അരുൺ. ഓക്കെ, ഇപ്പൊ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ആരുടെ? അരുണിന്റെയാണ്. അരുണ് കിട്ടിയത് 21 ആണ്. 21 ഔട്ട് ഓഫ് സം ഓഫ് റേഷ്യോ എത്രയാ? സം ഓഫ് റേഷ്യോ 60 ഇൻറ്റു പ്രോഫിറ്റ് എത്ര കിട്ടിയേക്കുന്നത്? 2,40,000. എത്ര വരുമെന്ന് നോക്കിയേ? 84,000 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പാർട്ണർഷിപ്പ് ആകുമ്പോൾ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ക്യാപിറ്റൽ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേഷ്യോ കിട്ടി. ഈ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അരുണിന്റെ ഷെയർ ആണ് ചോദിച്ചേക്കുന്നത്. അരുണിന്റെ ഷെയർ 21 ആണ്. ടോട്ടൽ സം ഓഫ് റേഷ്യോ എത്ര? 60 ആണ്. 21/60 ഇൻറ്റു പ്രോഫിറ്റ് എത്രയാ? 2,40,000. അപ്പൊ അതിന് എത്രയാണ് വരുന്നത് നോക്കുക. 21/60 ഇൻറ്റു 2,40,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 84,000 എന്ന് കിട്ടും. 84,000 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Shyam and Ram invested in a business and gained a profit which was divided in the ratio of 2:3. If Shyam invested 40,000, then what was the amount invested by Ram? 30,000, 45,000, 60,000, 75,000. Question clear ആയോ? ശ്യാമും റാമും രണ്ടുപേരുടെ ഒരു ബിസിനസ് തുടങ്ങി. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് 2:3 റേഷ്യോയിലാണ്. ശ്യാം ഇൻവെസ്റ്റ് ചെയ്തത് 40,000 ആണെങ്കിൽ റാം എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തത്? ഇത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. ടൈം പീരീഡ് വേരി ചെയ്യുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. ഇവിടെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്? അവർ ഡിവൈഡ് ചെയ്യുന്നത് 2:3 ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും എന്ത്? റേഷ്യോ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇപ്പൊ എന്ത് തന്നെയാണ്? 2:3 തന്നെയാണ്. ഓക്കെ, ഇനി എന്താ വന്നേക്കുന്നത്? ശ്യാമും റാമും ആണ്. ശ്യാം 40,000 ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ ശ്യാം ഇട്ടേക്കുന്നത് 40,000 ആണെങ്കിൽ റാം ഇട്ടേക്കുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റേഷ്യോ ക്യാപിറ്റലിൽ 2:3 ആണ്. 2 എന്ന് പറയുന്നത് 40,000 ആണ്. 40,000 ആണെങ്കിൽ എത്ര? ഇൻറ്റു 20,000 ആണ്. അപ്പൊ ഇത് ഇൻറ്റു 20,000 ആണ്. അപ്പൊ 3 ഇൻറ്റു 20,000 ചെയ്യാം. കോൺസ്റ്റന്റ് 20,000 ആണ്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 60,000 എന്ന് കിട്ടും. 60,000. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പാർട്ണർഷിപ്പ് ആകുന്നുണ്ട്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് റേഷ്യോ ഓഫ് ക്യാപിറ്റലും. 2:3 ആണ്. 2 എന്ന് പറയുന്നതാണ് ശ്യാം ഇൻവെസ്റ്റ് ചെയ്തത്. ശ്യാം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തത് 40,000 ആണ്. അപ്പൊ 40,000 ആണെങ്കിൽ കോൺസ്റ്റന്റ് എത്രയാണ്? അവിടുത്തെ റേഷ്യോയുടെ 20,000 ആണ്. 3 ആണെന്നുണ്ടെങ്കിൽ
60,000. സിമ്പിൾ ആണ്, നമുക്ക് പേന പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇത് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട് 2:3 ആണ്. 2 എന്ന് പറയുന്നത് 40,000 ആണ്, 3 എന്ന് പറയുന്നത് 60,000. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓപ്ഷൻ സി 60,000 എന്ന് കിട്ടും. 60,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, റഹീം ഇൻവെസ്റ്റ് ₹7,000 ഫോർ എ ന്യൂ ബിസിനസ്. ആഫ്റ്റർ 8 months, Ram joined him with ₹9,000. What should be the profit they earn and distribute at the end of the year? 9:2, 8:3, 7:3, 5:3. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ, ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ ഇത് വരുന്നത്? ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും ഏതാ സിമ്പിൾ ആണോ. അല്ല, ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. കാര്യം ടൈം പീരീഡ് വേരി ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റർ ഫോർ ഡിഫറെന്റ് ടൈം പീരീഡ് ആണ്. ഓക്കെ, റഹീം 7,000 രൂപ ഇട്ടു. 8 മാസം കഴിയുമ്പോഴാണ് റാം വരുന്ന 9,000 രൂപയുമായിട്ട്. അങ്ങനെയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അവർ പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെങ്കിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്താ വരുന്നത്? പറഞ്ഞു നോക്കല്ലേ, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്താ വരുന്നത്? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ, റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ. ഓക്കെ, റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഇവിടുത്തെ കേസില് റഹീമും റാമുമാണ്. റഹീം എത്ര രൂപ ഇട്ടേക്കുന്നത്? റഹീം 7,000 രൂപ ഇട്ടേക്കുന്നത്. എത്ര നാളുണ്ടായിരുന്നു? 1 ഇയറിലെ പ്രോഫിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 12 months. കാര്യം മറ്റേ ആളും കുറച്ച് മന്ത്സ് കഴിഞ്ഞാണ്. അപ്പൊ എല്ലാം നമ്മൾ മനസ്സിലാക്കും. അപ്പം റഹീമിന്റെ എമൗണ്ട് 7,000 രൂപ എന്ന് പറയുന്നത് 12 മാസം ബിസിനസ്സിലുണ്ടായിരുന്നു. അപ്പൊ 7,000 into 12 റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ എന്ത് വരും? റാം ജോയിൻ ചെയ്തിരിക്കുന്നത് 9,000 rupees ആണ്. റാമിന്റെ എമൗണ്ട് 9,000 ആണ്. എത്ര നാൾ ബിസിനസ്സിലുണ്ടായിരുന്നു? റാം ജോയിൻ ചെയ്തേക്കുന്നത് എപ്പോഴാ? 8 മാസം കഴിഞ്ഞിട്ടാണ് റാം ജോയിൻ ചെയ്തേക്കുന്നത്. 1 വർഷം കഴിഞ്ഞുള്ള പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. റാം ഇട്ട 9,000 രൂപ എത്ര നാൾ ബിസിനസ്സിലുണ്ടായിരുന്നു? എത്ര നാളുണ്ടായിരുന്നു പറഞ്ഞേ? 4 മാസമല്ലേ ഉള്ളൂ. 8 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. 1 വർഷം കൂടെ ആവുമ്പോൾ 4 മാസം കൂടെ ഉള്ളൂ. അപ്പൊ 4 മാസത്തേക്കായിരുന്നു ആ എമൗണ്ട് ഇട്ടിരുന്നത്. മനസ്സിലായോ? അപ്പം ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വേറെ പോലെ ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് എത്ര നാൾ ആ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തെറ്റരുത്. സിമ്പിൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ വേറൊന്നുമില്ല. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ. കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെങ്കിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ഇവിടെ എന്ത് വരും? ഇവിടെ 4 എന്ന് വരും. ക്യാൻസൽ ചെയ്യുക. 7:3 എന്ന് കിട്ടും. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7:3 എന്ന് കിട്ടും. ഓപ്ഷൻ സി കിട്ടും. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം. 4 വരാൻ കാര്യം 8 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ 4 മാസമേ ഉള്ളായിരുന്നു ബിസിനസ്സിൽ. ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ A:B എന്ന് പറയുന്നത് എന്താണ്? A/B ആണ്. ഫ്രാക്ഷൻ അതാണ് A/B എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, കോമൺ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? 7:3 എന്ന് കിട്ടും. ഓപ്ഷൻ സി 7:3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Gautam started a retail shop with ₹6,000. After 4 months, Naren joined and invested ₹4,000. At the end of the year, they gained ₹2,400. Find the share of profit of Naren. Approximate. Options are 477, 639, 738, 866. എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അത് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ അത് തന്നെ ചെയ്യാൻ നോക്കുക. ആൻസർ കിട്ടുമോ നോക്കുക. എന്നിട്ട് മാത്രം സൊല്യൂഷനിലേക്ക് നോക്കുക. ഓക്കെ, കൂടെ അങ്ങനെ പഠിക്കുക. ഓക്കെ, ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഗൗതം 6,000 രൂപ ഇട്ടു. 4 മാസം കഴിഞ്ഞപ്പോഴാണ് നരേൻ വന്നത്. നരേൻ ഇട്ടത് 4,000 ആണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 2,400 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നരേന്റെ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ ചോദിച്ചിട്ടുള്ളൂ. ഇത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ് അല്ലേ? കാര്യം എന്താ? ടൈം പീരീഡ് ഡിഫറെന്റ് ആണ്. നരേൻ പിന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ. അപ്പൊ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഗൗതം 6,000 രൂപയാണ് ഇട്ടത്. അത് 12 മാസം ഉണ്ടായിരുന്നു. 1 വർഷത്തേക്ക് ഉണ്ടായിരുന്നു. നരേന് 4,000 രൂപ ഇട്ടിട്ടുള്ളൂ. ഇത് മാത്രമല്ല, പുള്ളി എപ്പോഴാ വന്നേ? 4 മാസം കഴിഞ്ഞപ്പോഴാ വന്നേ. അപ്പൊ എത്ര നാൾ അവന്റെ 4,000 ബിസിനസ്സിലുണ്ടായിരുന്നു? ബാക്കിയുള്ള 8 മാസത്തേക്കുണ്ടായിരുന്നു. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. സിംപ്ലിഫൈ ചെയ്യുക. 9:4 എന്ന് കിട്ടും. 9:4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി 9:4. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? 2,400 ആയിരുന്നു പ്രോഫിറ്റ് എങ്കിൽ നരേന്റെ ഷെയർ എത്രയാണ്? നരേന്റെ ഷെയർ എത്രയാ?
നരേന്റെ ഷെയർ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു പ്രോഫിറ്റ് എത്രയാണുള്ളത് 4/13 ഇൻറ്റു 2400 എന്ന് കിട്ടും. അപ്പൊ നരേന്റെ ഷെയർ 4/13 2400 അപ്രോക്സിമേറ്റ് വാല്യൂ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ 2600 ആണെങ്കിൽ എന്ത് കിട്ടിയേനെ 2 വെച്ചിട്ട് കട്ട് ചെയ്തു 4 800 എന്ന് കിട്ടിയേനെ. 2600 ആണെങ്കിൽ 800 കിട്ടിയേനെ. അപ്പൊ 2400 800 ജസ്റ്റ് താഴെയുള്ള ഒരു വാല്യൂ. ഓപ്ഷൻസ് നോക്കുക, ഏത് വരും 738 എന്ന് വരും. 800 മേളിലുള്ള ഒന്നും വരില്ല. 800 ജസ്റ്റ് താഴെ വന്നേക്കുന്ന ഏതാ 738 എന്ന് വരും. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ അങ്ങനെ എടുക്കാം. കറക്റ്റ് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 738 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, ഇപ്പൊ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണെങ്കിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ റേഷ്യോ ഓഫ് ഇക്വൽ ആൻഡ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം. റേഷ്യോ കണ്ടുപിടിച്ചു. നരേന്റെ ഷെയർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. നരേന്റെ ഷെയർ എത്രയായിരുന്നു അവിടെ 4 ആണ്. സം ഓഫ് റേഷ്യോ എത്രയാ 13. 4/13 ഇൻറ്റു 2400 738 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Pranav, Anil and Suresh started a business. The total investment was rupees 50,000. Pranav initially invested 4,000 more than Anil. Anil invested 5,000 more than Suresh. If the total profit is 35,000, then find the profit of Anil. എന്താ പറഞ്ഞേക്കുന്നത്? 3 പേരുണ്ട്, പ്രണവ്, അനിൽ, സുരേഷ്. ഇവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50,000 വരെ. ഇനി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത് പറയുന്നുണ്ട്. പ്രണവ് ഇനീഷ്യലി ഇൻവെസ്റ്റഡ് 4,000 മോർ ദാൻ അനിൽ. അനിലിനെക്കാട്ടിലും 4,000 കൂടുതൽ ഇട്ടു. അനിൽ ഇൻവെസ്റ്റ് ചെയ്തതോ സുരേഷിനെക്കാട്ടിലും 5,000 കൂടുതൽ ഇട്ടു. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് 35,000 ആണെങ്കിൽ എത്രയാണ് അനിലിന്റെ പ്രോഫിറ്റ്? നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അത് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. അപ്പം റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ക്യാപിറ്റൽ ആദ്യം കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഡയറക്ട്ലി വന്നിട്ടില്ല. ടോട്ടൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 50,000 ആണ്. ഓക്കെ, സപ്പോസ് സുരേഷിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അനിലിന്റെ എമൗണ്ട് എത്ര ആയിരിക്കും? അനിൽ 5,000 കൂടുതൽ ഇട്ടെന്നാ പറഞ്ഞത്. അപ്പൊ എക്സ് പ്ലസ് 5,000. പ്രണവിന്റെയോ? പ്രണവ് എന്താ പറഞ്ഞേക്കുന്നത്? പ്രണവ് ഇനീഷ്യലി ഇൻവെസ്റ്റഡ് 4,000 മോർ ദാൻ അനിൽ. അപ്പം അനിലിനെക്കാട്ടിലും 4,000 കൂടെ. അപ്പൊ എക്സ് പ്ലസ് 9,000. ഇവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്ന എത്ര കിട്ടണം? 50,000 കിട്ടണം. അപ്പൊ എത്രയാ 3x പ്ലസ് 14,000. എക്സും കൂട്ടുമ്പോൾ 3x ആയി. ഇത് കൂട്ടുമ്പോൾ 14,000 ഈക്വൽ ടു 50,000. 3x എന്ന് പറയുന്നത് 36,000. എക്സ് ഈക്വൽ ടു 12,000 എന്ന് കിട്ടും. 12,000. ഓക്കെ, അപ്പൊ സുരേഷ് എത്ര ഇട്ടേക്കുന്നത്? 12,000. അനിൽ എത്ര ഇട്ടേക്കുന്നത്? 17,000. ഇയാൾ എത്ര ഇട്ടേക്കുന്നത്? പ്രണവ് എത്ര ഇട്ടേക്കുന്നത്? 21,000. ഓക്കെ, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ എത്ര വരും? 12:17:21 എന്ന് കിട്ടും. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് കിട്ടി. ഇനി വേണ്ട എന്താ? ആരുടെ ചോദിച്ചേക്കുന്ന പ്രോഫിറ്റ്? അനിലിന്റെ ആണ് ചോദിച്ചേക്കുന്നത്. അനിൽ എന്ന് പറയുന്നത് ഏതാ? 17 ആണ്. രണ്ടാമത്തെ അനിൽ. അപ്പം അനിലിന്റെ ഷെയർ എന്ന് പറയുന്നത് 17 ബൈ സം ഓഫ് റേഷ്യോ. സം ഓഫ് റേഷ്യോ എത്ര വരും? 50 വരും. ഇൻറ്റു 35,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇത് കട്ട് ചെയ്യാം. ആൻസർ എന്ത് വരും? ആൻസർ 11,900 എന്ന് വരും. 11,900 എന്ന് വരും. ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി. ഓക്കെ, ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സുരേഷ് ഇട്ടതിനെക്കാട്ടിലും 5,000 കൂടുതൽ അനിൽ ഇട്ടു. അപ്പൊ സുരേഷിന്റെ എക്സ് ആയിട്ട് എടുത്തു. അനിൽ എക്സ് പ്ലസ് 5,000. പ്രണവ് അനിൽ ഇട്ടതിനെക്കാളും 4,000 ഇട്ടു. അങ്ങനെ എക്സ് പ്ലസ് 9,000. ഇതെല്ലാം കൂട്ടുന്നുണ്ടെ 50,000 കിട്ടണം. അപ്പൊ അത് വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കിട്ടി. അത് വെച്ചിട്ട് സുരേഷിന്റെ അനിലിന്റെ പ്രണവിന്റെ വാല്യൂ കിട്ടി. ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ ആ റേഷ്യോ ആയിരിക്കും എന്ത്? പ്രോഫിറ്റിന്റെ റേഷ്യോ. അപ്പൊ അനിലിന്റെ ഷെയർ എത്ര വെച്ചാൽ അനിലിന്റെ പ്രോഫിറ്റിന്റെ അവിടെ 17 ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ്. എത്ര കിട്ടി? 11,900 എന്ന് കിട്ടും. 11,900 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. John and Harry started a partnership business by investing some amount of money in the ratio of 2:3. Ronnie joined them after 6 months with an amount equal to that of Harry. In what proportion should the profit at the end of 1 year be distributed among John, Harry and Ronnie? 4:6:3, 6:4:3, 3:4:6, 4:3:6. അപ്പൊ ജോണും ഹാരി ഒരു ബിസിനസ് തുടങ്ങി. അവര് എമൗണ്ട് ഇട്ടേക്കുന്ന റേഷ്യോ വന്നിട്ടുണ്ട് 2:3. റോണി എന്ന് പറയുന്ന ആള് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വന്നു. ഹരി ഇട്ട എമൗണ്ട് എത്രയുമായിട്ടാണ് വന്നേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇവരുടെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. പിന്നീടാണ് ഒരാൾ വരുന്നത്, അല്ലെ?
റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ് അല്ലെ? അതായത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഇനി നോക്കുക ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ജോൺ ഉണ്ട്, ഹരി ഉണ്ട്, റോണി ഉണ്ട്. ഓക്കെ, ജോൺ ഹരി ഇട്ടേക്കുന്ന എമൗണ്ടിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ് തന്നിട്ടുണ്ട്. 2:3. ഇപ്പൊ സപ്പോസ് ജോൺ 2 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റേഷ്യോ ഏറ്റവും മിനിമം ഇട്ടിട്ട് 2 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. ഹരി അപ്പൊ എത്ര ഇട്ടെ? 3 ആണ് ഇട്ടെ. ഓക്കെ, റോണി ഇട്ടേക്കുന്ന എമൗണ്ട് എത്ര? ഹരിയുടെ എമൗണ്ട് സെയിം ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 2 ആയിട്ടെങ്കിൽ ഇത് 3 ആണ്. ഹരി ഇട്ട തന്നെ ആയിരിക്കും റോണി ഇട്ടേക്കുന്നത്. അപ്പൊ 2, 3, 3 എന്ന് വരും. ഓക്കെ, ജോൺ ഹരി ആദ്യം തൊട്ടേ ബിസിനസ്സിലുണ്ട്. ആ 12 മാസവും അവരുടെ ബിസിനസ്സിലുണ്ട്. പക്ഷെ റോണി എപ്പോഴാ വന്നേ? 6 മാസം കഴിഞ്ഞാ വന്നത്. അപ്പൊ ആ പൈസ 3 രൂപ ഇട്ടേക്കുന്നത് ബാക്കിയുള്ള 6 മാസത്തേക്കേ ഉള്ളൂ. അപ്പൊ ടൈം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ എന്ത് വരും? 2 × 12, അതായത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം, റോണിയുടെ ക്യാപിറ്റൽ ഇൻറ്റു ടൈം. എന്ത് കിട്ടുമെന്ന് നോക്കിയേ? സിംപ്ലിഫൈ ചെയ്തത് 6 കട്ട് ചെയ്യാം. 4:6:3 എന്ന് കിട്ടും. 4:6:3. അതായത് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4:6:3 എന്ന് കിട്ടും. ജോൺ ഹാരി റോണി ഡിവൈഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് 4:6:3 റേഷ്യോയിലായിരിക്കും. ഓക്കെ, അതായത് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആയിരുന്നു. ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആയിരുന്നു. ടൈം നമുക്ക് ഈസിലി അറിയാം. 12 മാസം, മറ്റേ ആള് 6 മാസം. ക്യാപിറ്റൽ നമ്മൾ എടുത്തേക്കുന്ന ആ റേഷ്യോ പോലെ തന്നെ 2, 3. അടുത്ത ആള് ഹരി റോണി സെയിം ആണെന്നിട്ടുണ്ട്. അപ്പൊ 3 തന്നെ എടുത്തു. ഏറ്റവും മിനിമം വാല്യൂ 2, 3, 3 തന്നെ എടുത്തിട്ട് ചെയ്തു. അപ്പൊ നമുക്കത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം വെച്ചിട്ട് റേഷ്യോ എടുത്തോണ്ടേ 4:6:3 എന്ന് കിട്ടും. 4:6:3. ഓപ്ഷൻ ഏതാ വന്നേ? ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. രണ്ടേ ഉള്ളൂ, സിമ്പിൾ പാർട്ണർഷിപ്പ്, കോമ്പൗണ്ട് പാർട്ണർഷിപ്പ്. വേറൊന്നുമില്ല ഇതിനകത്ത്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ആണ്. സിമ്പിൾ പാർട്ണർഷിപ്പിന്റെ കേസിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. അതായത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ് ഇവിടെ കോമ്പൗണ്ട് പാർട്ണർഷിപ്പിന്റെ കേസിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 friends invested ₹1,500 and 2,500 in a business. They earned a profit of ₹800. One half of the profit was divided equally between them. The other half was divided in proportion of their capitals. How much did each of them receive? Option A, ₹350 and ₹450. Option B, ₹360 and ₹440. Option C, ₹370 and ₹430. Option D, ₹375 and ₹425. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനില്? 2 ഫ്രണ്ട്സ് 1,500, 2,500 രൂപ ബിസിനസ്സിൽ ഇട്ടു. പ്രോഫിറ്റ് 800 രൂപ കിട്ടി. പ്രോഫിറ്റിന്റെ പകുതി അവർ ഈക്വലി ഡിവൈഡ് ചെയ്തു. ബാക്കി പകുതി എത്രയാണ് ക്യാപിറ്റൽ ഇട്ട് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടി എന്നാണ് ചോദിച്ചേക്കുന്നത്. സപ്പോസ് എയും ബിയും ആണെന്ന് വിചാരിക്കുക. പ്രോഫിറ്റ് 800 ആയിരുന്നു. അതിന്റെ പകുതി 400 അവർ ഈക്വലി ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 400 ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായി? 200 എന്ന് കിട്ടി. ബാക്കി 400 അവർ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാ? അവർ ഡിവൈഡ് ചെയ്യുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോയിലാണ്. ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എത്ര തന്നിട്ടുണ്ട്? 1,500:2,500 ആണ്. അപ്പൊ എന്ത് കിട്ടും? 3:5 എന്ന് കിട്ടും. 3:5. അപ്പൊ 400 3:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടും? 150 250 കിട്ടും. ഒരാളുടെ നോക്കിയാൽ മതി. 350 വന്നു. 50 വരുന്നുണ്ടേ. ആദ്യത്തെ ആൾ 350. ഏതാ വരുന്നത്? ഓപ്ഷൻ എ 350, 450 എന്ന് വരും. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അത്. 800 രൂപ പ്രോഫിറ്റ് കിട്ടി. അതിന്റെ പകുതി ഈക്വലി ഡിവൈഡ് ചെയ്തു. അപ്പൊ 400 രൂപ അവർ ഈക്വലി ഡിവൈഡ് ചെയ്തപ്പോൾ 200 കിട്ടി. അതെ, ബാക്കി 400 രൂപ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാ? 3:5 ആണ്. ആ റേഷ്യോ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 150 250 കിട്ടി. എങ്ങനെ ഡിവൈഡ് ചെയ്തത്? 3 divided by sum of ratio into 400. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 persons started a placement business with a capital of ₹3,000. B invests 600 less than A. C invests 300 less than B. What is B's share in a profit of ₹886? 443, 354.40, 265.80, 177.20. ഇപ്പൊ 3000 രൂപ കൊണ്ട് 3 പേരുടെ ഒരു ബിസിനസ് തുടങ്ങുവാണ്. ബി ഇട്ടേക്കുന്നത് എക്കാട്ടിലും 600 രൂപ കുറവാണ്. സി ഇട്ടേക്കുന്നത് ബി എക്കാട്ടിലും 300 രൂപ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഷെയർ എത്രയാണ്? പ്രോഫിറ്റ് 886 കിട്ടുമ്പോഴെന്നാണ്. സിമിലർ ടൈപ്പ് നമ്മൾ മുമ്പ് ചെയ്തതാണ്. സപ്പോസ് എക്ക് കിട്ടിയത് ₹X ആണെങ്കിൽ ബിക്ക് എത്രയാണ്? ബിക്ക് എക്കാട്ടിലും 600 കുറവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എ ഇട്ടത് ₹X ആണെങ്കിൽ ബി ഇട്ടത് X - 600 600 കുറവാണ്. സി ഇട്ടതോ ബി എക്കാട്ടിലും 300 കുറവാണ്. അപ്പൊ X - 900 എന്ന് കിട്ടും.
ഇവരെല്ലാരും കൂടി ഇട്ട് എത്ര തന്നിട്ടുണ്ട്? 3000 തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്ക് 3x മൈനസ് 1500 ഈക്വൽസ് 3000. 3x എന്ന് പറയുന്നത് 4500 എന്ന് കിട്ടും. x ഈക്വൽ ടു 1500. ഓക്കെ, എക്സ് 1500. അപ്പൊ എയുടെ എമൗണ്ട് 1500 ആണെന്ന് കിട്ടി. ഇത് 1500 ആണെന്ന് കിട്ടി. ഇത് എത്ര കിട്ടി? 900 ആണെന്ന് കിട്ടി. ഇതല്ല 600 ആണ് കിട്ടി. 600 ആണ് കിട്ടി. ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് കിട്ടി. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ച് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം നമുക്ക്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ കണ്ടുപിടിച്ച് നോക്കിയേ, 1500 900 100, 5:3:2 എന്ന് കിട്ടും. പ്രോഫിറ്റിന്റെ റേഷ്യോയും കിട്ടി 5:3:2. പിന്നെ ബിയുടെ ഷെയർ കണ്ടുപിടിക്കുന്നത്. ബിയുടെ ഷെയർ എത്ര വരും? ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ 10 ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ് 886. എത്ര വരും? ഇത് 88.6 എന്ന് വരും. 3 ഇൻറ്റു 88.6, 3 ഇൻറ്റു 9 270 ആണ്. അപ്പൊ 270ക്കാളും ചെറിയ വാല്യൂ തൊട്ട് താഴെ കിടക്കുന്ന ഏതാ വരുന്ന ഓപ്ഷനിൽ? 265.80. അതല്ലാതെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ സി നോക്കുക, ക്ലോസ് റേഞ്ച് വന്നേക്കുന്ന വാല്യൂ നോക്കിയാൽ മതി. സിംപ്ലിഫൈ ചെയ്ത സമയം കളയണ്ട. ഓക്കെ, അപ്പൊ ആദ്യം റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആദ്യം കണ്ടുപിടിച്ചു, അതിന്റെ റേഷ്യോ എടുത്തു, അതിന് ബിയുടെ ഷെയർ കണ്ടുപിടിച്ചു. ടോട്ടൽ പ്രോഫിറ്റ് 886 ആയിരുന്നു. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് റുപ്പീസ് ആണെങ്കിൽ ബി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എക്സ് മൈനസ് 600 ആണ്. സി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എക്സ് മൈനസ് 900 ആണ്. അതായത് ബി എക്കാട്ടിലും 300 കുറവാണ്. ഇതെല്ലാം കൂട്ടുന്ന 3000 കിട്ടണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെന്റ്. ആ റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്ത് ഓപ്ഷൻ സി 265.80 എന്ന് കിട്ടി. 265.80. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അമൻ സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻവെസ്റ്റിംഗ് ₹70,000. Raki joined him after 6 months with an amount of ₹1,05,000 and Sagar joined them with ₹1.4 lakhs after another 6 months. The amount of profit earned should be distributed in what ratio among Aman, Raki and Sagar respectively 3 years after Aman started the business? 7:6:10, 12:15:16, 42:45:56, none of these. അമ്മന് 70,000 രൂപയുടെ ഒരു ബിസിനസ് തുടങ്ങി. രാഖി ഒരു 6 മാസം കഴിഞ്ഞിട്ട് 1,05,000 ജോയിൻ ചെയ്തു. സാഗർ 1,40,000 പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷം കഴിയും. 3 വർഷം കഴിയും. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക, എത്ര വർഷം കഴിയുമ്പോഴുള്ളതാണെന്നുള്ളത്. ഇപ്പൊ 1 ഇയർ ആയിരിക്കും, 2 ഇയർ ആയിരിക്കും, 3 ഇയർ ആയിരിക്കും. അപ്പൊ ടൈം കറക്റ്റ് ആയിട്ട് നോക്കുക. ഇപ്പൊ സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ? ഒബ്വിയസ്ലി ടൈം പീരീഡ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആകുമ്പോൾ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ, രാഖി ഉണ്ട്, അമനുണ്ട്, സാഗർ ഉണ്ട്. ആദ്യം അമനാണുള്ളത്. അമൻ 70,000 രൂപയും കൊണ്ട് വന്നു. എത്ര നാളുണ്ടായിരുന്നു ബിസിനസ്സിൽ? ആദ്യം വന്നതാണ്, ആദ്യം തൊട്ടേ ഉണ്ട്. 3 വർഷമുണ്ട്. ഓക്കെ, നമ്മളത് മന്ത്സിലേക്ക് ആക്കുക, 36 മന്ത്സിലേക്ക് ആക്കുക. ഓക്കെ, ക്യാപിറ്റൽ ഇൻറ്റു ടൈം. അടുത്ത ആരാ വന്നത്? രാഖി വന്നു 1,05,000 രൂപയായിട്ട്. അത് എത്ര നാളുണ്ടായിരുന്നു? ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ 30 മാസത്തേക്കേ ഉള്ളൂ. ടോട്ടൽ 3 ഇയേഴ്സ് ആണ്. അതാണ് 36 മന്ത്സ് വന്നു. ഓക്കെ, അടുത്ത ആള് 1,40,000 രൂപയായിട്ട് വന്നു. വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ 2 വർഷത്തേക്കേ ഉള്ളായിരുന്നു. 1 വർഷം ജോയിൻ ചെയ്തേക്കുന്നത്. 2 ഇയേഴ്സ് കൂടെ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ് ഇക്വലന്റ് ക്യാപിറ്റൽ. ആ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കട്ട് ചെയ്തെല്ലാം ഇനി 6 വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി എന്ത് വരും? 70, 105, 140 ആണ്. സിംപ്ലിഫൈ ചെയ്തത് 35 വെച്ചിട്ട് തന്നെ പോകും. 2, 3, 4. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? ഇല്ല. 12:15:16. 12:15:16 എന്ന് വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി എന്ന് വരും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 12:15:16 എന്ന് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുന്നത് 12:15:16. അതായത് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. അതിന്റെ റേഷ്യോ എന്ന് കിട്ടി 12:15:16 എന്ന് കിട്ടി. 12:15:16. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. P and Q started a business in the ratio 2:3. After 1 year, P left the business but Q continues. After 2 years, he had a profit of ₹26,000. What is the profit of Q? സിമ്പിൾ പാർട്ണർഷിപ്പ് ആണോ കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണോ?
കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ്. പിയും ക്യൂവും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2:3 റേഷ്യോ അല്ല. അപ്പൊ 2ഉം 3ഉം ആണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കും. ക്യാപിറ്റൽ 2 ആണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ 1 ഇയർ പി ലെഫ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ടോട്ടൽ 2 ഇയേഴ്സ് ആണ് ഉള്ളത്. അപ്പം പിയുടെ എമൗണ്ട് 1 ഇയറിലേക്കേ ഉള്ളൂ. ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ക്യൂവിന്റെ 3 ആണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് വിചാരിക്കുക. ക്യൂ ആണെങ്കിലോ ക്യൂ 2 വർഷത്തേക്കും ഉണ്ടായിരുന്നു. 3 ഇൻറ്റു റേഷ്യോ എന്ത് കിട്ടും? 1:3 എന്ന് കിട്ടും. അതായത് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1:3 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ട എന്താ? ക്യൂവിന്റെ ഷെയർ ആണ്. ക്യൂവിന്റെ ഷെയർ എത്ര? 3 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ് എത്ര തന്നിട്ടുണ്ട്? 26,000 തന്നിട്ടുണ്ട്. 26,000 ചെയ്യാം. എത്ര കിട്ടും? 19,500 എന്ന് കിട്ടും. 19,500. ഓപ്ഷനിൽ ഏതാ? ഓപ്ഷനിൽ 19,500 ഉണ്ടോ? ഇല്ല. ഓപ്ഷനിൽ 19,500 ഇല്ലാതെ നൺ ഓഫ് ദീസ് എന്ന് വരും. നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് വരും. 19,500 എന്ന് വരും ക്യൂവിന്റെ ഷെയർ. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. കോമ്പൗണ്ട് പാർട്ണർഷിപ്പിന്റെ കേസിൽ ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ്. ഇവിടെ ടൈം പി ക്യൂ 1 വർഷമേ ഉള്ളൂ. ക്യൂ 2 വർഷം ഉണ്ടായിരുന്നു. അത് എളുപ്പമായിട്ട് കിട്ടി. ഇങ്ങനെ റേഷ്യോയിലാണ് വന്നേക്കുന്നെങ്കിൽ ആ വാല്യൂ തന്നെ കിട്ടി കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. വെറുതെ വേറെ ഒന്ന് അസ്യൂം ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലല്ലേ കിടക്കുന്നത്. 2ഉം 3ഉം തന്നെ കൊടുത്താൽ മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 1:3 എന്ന് കിട്ടും. ക്യൂവിന്റെ ഷെയർ കണ്ടുപിടിച്ചു. 26,000 ആയിരുന്നു പ്രോഫിറ്റ്. 19,500 എന്ന് കിട്ടും. നൺ ഓഫ് ദീസ് എന്ന് വരും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് വരും. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പാർട്ണർഷിപ്പ്, സിമ്പിൾ പാർട്ണർഷിപ്പ്, കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് എന്നുള്ള 2 ടൈപ്സ് ആണുള്ളത്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് സിമ്പിൾ പാർട്ണർഷിപ്പിന്റെ കേസിൽ. കോമ്പൗണ്ട് പാർട്ണർഷിപ്പിന്റെ കേസിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. അതായത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A working partner gets 20% as his commission of the profit after his commission is paid. The working partner's commission is rupees 8,000. Then what is the total profit in the business? 47,000, 45,000, 48,000. None of these. Question എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വർക്കിംഗ് പാർട്ണറിന് 20% കമ്മീഷൻ കിട്ടുന്നത്. എന്തിന്റെ 20%? പ്രോഫിറ്റിൽ നിന്ന് കമ്മീഷൻ കുറച്ചിട്ടുള്ളതിന്റെ 20%. വർക്കിംഗ് പാർട്ണറുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 8,000 ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? വർക്കിംഗ് പാർട്ണർ ഗെറ്റ്സ് 20% as his commission of the profit after his commission is paid. The working partner's commission is 8,000. Then what is the total profit in the business? Okay. Suppose total profit എന്ന് പറയുന്നത് X ആണെന്ന് വിചാരിക്കാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Total profit X ആണെന്ന് വിചാരിക്കാം. Okay. എന്താ അവർ പറഞ്ഞേക്കുന്നത്? വർക്കിംഗ് പാർട്ണർ ഗെറ്റ്സ് 20% as his commission. 20% of എന്താണ്? പ്രോഫിറ്റ് മൈനസ് കമ്മീഷൻ. കമ്മീഷൻ 8,000 ആണെന്നറിയാം. വർക്കിംഗ് പാർട്ണർ ഗെറ്റ്സ് 20% as his commission of the profit after his commission is paid. അപ്പം 20% ആണ് കമ്മീഷൻ കിട്ടുന്നതെന്ന് പറയുന്നത്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 8,000 ആണ്. ഇത് ഈക്വൽ ടു എന്താണ്? 8,000 ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. X മൈനസ് 8,000 എന്ന് പറഞ്ഞാൽ 5 അങ്ങോട്ട് വരുമ്പോൾ 40,000. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,000 എന്ന് കിട്ടും. ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി. ഓക്കെ, വർക്കിംഗ് പാർട്ണർ ഗെറ്റ്സ് 20% as his commission. അതെന്ന് പറയുന്നത് 8,000. 20% എന്തിന്റെയാ? ഓഫ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ഹിസ് കമ്മീഷൻ ഇസ് പെയ്ഡ്. അതാണ് X മൈനസ് 8,000 എന്ന് പറയുന്നത്. ഓക്കെ, ഈ 20% എന്നുള്ളത് 1/5 ആണ്. അതിങ്ങോട്ട് എടുത്തപ്പോഴാണ് 8,000 into 5 40,000 ആയത്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,000. 48,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ എ ഓപ്പൺഡ് എ വർക്ക്ഷോപ്പ് ഇൻവെസ്റ്റിംഗ് 40,000. He invested additional amount of 10,000 every year. After 2 years, his student B joined him with an amount of 85,000. Thereafter, B did not invest any additional amount. On completion of 4 years from the opening of the workshop, they earned a profit of 1,95,000. What will be A's share in the earning? 85,000, 1,10,000, 1,35,000, 95,000. Okay. ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. ടൈം പീരീഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, എയും ബിയും ഉണ്ട്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? 40,000 രൂപ ഇട്ടു. ഓക്കെ, 40,000 രൂപ ആദ്യത്തെ 1 വർഷത്തേക്ക് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ എന്താ ഇട്ടെ? ഒരു 10,000 കൂടി ഇട്ടു. അപ്പം അടുത്ത വർഷം അപ്പൊ ശരിക്കും ഇന്നൊക്കെ 50,000 ഉണ്ട് ഇൻറ്റു അടുത്ത വർഷം.
അടുത്ത വർഷം ആയപ്പോഴോ ഒരു 10,000 കൂടി കിട്ടും. അപ്പൊ 60,000 ഇൻറ്റു അടുത്ത വർഷം 70,000 ഇൻറ്റു ടോട്ടൽ എത്രയായിരുന്നു? 4 വർഷമാണ് എ എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ ആള് ബി സ്റ്റുഡന്റ് എന്ന് പറയുന്നത് 85,000 രൂപയാണ് ഇട്ടേക്കുന്നത്. അത് പിന്നെ ഒരു അഡീഷണൽ എമൗണ്ട് ഇട്ടില്ല. അത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം 85,000 ആണ് ക്യാപിറ്റൽ. ടോട്ടൽ 4 ഇയേഴ്സ് ആണ്. 2 വർഷം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം ബാക്കി 2 വർഷം. ഓക്കെ, അപ്പൊ എന്ത് വരും നോക്കിയേ? 2,20,000 is to 1,70,000. 22:17 എന്ന് വരും റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. 22:17. ചോദിച്ചേക്കുന്ന എയുടെ ഷെയർ എത്രയാണ്? 1,95,000 കിട്ടിയാൽ എയുടെ ഷെയർ എത്ര വരും? എയുടെ ഷെയർ എന്ന് പറയുന്നത് 22/39 ഇൻറ്റു 1,95,000 എന്ന് വരും. 1,10,000 എന്ന് വരും. ഓപ്ഷൻ ബി 1,10,000 എന്ന് വരും. കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇക്വൽ ആൻഡ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ഈ കേസിൽ പ്രശ്നമില്ല. 4 ഇയേഴ്സ് ആയി വെച്ചേക്കുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം 85,000 ഇൻറ്റു 2. ഈ കേസിലെ കൺഫ്യൂഷൻ വരാൻ 40,000 രൂപയായിരുന്നു ഇട്ടത്. ആദ്യത്തെ വർഷം 40,000 രൂപ തന്നെ. 40,000 ഇൻറ്റു 1. അടുത്ത വർഷം ഒരു 10,000 രൂപ കൂടെ ഇട്ടേക്കുന്നത് എക്സ്ട്രാ ആണ്. അപ്പൊ അതാണ് 50,000 എന്ന് പറഞ്ഞത്. 40,000 പ്ലസ് 10,000. അടുത്ത വർഷം വീണ്ടും 10,000 കൂടി. അടുത്ത വർഷം വീണ്ടും 10,000 കൂടി. അങ്ങനെ 70,000 ആയി. ടോട്ടൽ 4 ഇയേഴ്സ് ആണ്. 22:17 എന്ന് കിട്ടും. ഇനി എയുടെ ഷെയർ 22/സം ഓഫ് റേഷ്യോ ഇൻറ്റു പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,95,000 ആണ്. അത് വെച്ചിട്ട് നമുക്ക് 1,10,000 എന്ന് കിട്ടും. 1,10,000. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The investments made by X and Y are in the ratio 3:2. If 5% of total profit is donated and X gets rupees 8,550 as a share of profit, then what is the amount of total profit? 14,000, 15,000, 11,050, 12,000, 20. The investments made by X and Y are in the ratio 3:2. If 5% of total profit is donated and X gets rupees 8,550 as a share of profit, then what is the amount of total profit? എന്താ പറഞ്ഞേക്കുന്നത്? എക്സും വൈ ഇട്ട ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 3:2 ആണ്. ഓക്കെ, പ്രോഫിറ്റിന്റെ 5% ആദ്യമായി ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി എത്ര ശതമാനമുണ്ട്? ബാക്കി 95% ഉള്ളൂ. ഓക്കെ, എക്സിന് 8,550 ആണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ എക്സ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യാം എക്സ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 3:2 റേഷ്യോയിലാണ്. അപ്പൊ ആ റേഷ്യോ തന്നെ ആയിരിക്കും പ്രോഫിറ്റും വരുന്നത്, അല്ലെ? അപ്പൊ 5% ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 95% അല്ലേ ഉള്ളൂ. അപ്പൊ പ്രോഫിറ്റിന്റെ 95% ഉള്ളൂ ബാക്കി ബാലൻസ്. അപ്പൊ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാ? 3:2 റേഷ്യോയിലാണ്. ചോദിച്ചേക്കുന്ന ആരുടെ ഷെയർ? എക്സിന്റെ ഷെയർ തന്നെയാണ്. അപ്പൊ എക്സിന്റെ ഷെയർ ആകുമ്പോൾ 3/സം ഓഫ് റേഷ്യോ ഇൻറ്റു 95% ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എക്സിന്റെ ഷെയർ എത്രയാ? 8,550. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് കണ്ടുപിടിക്കുക. സിംപ്ലിഫൈ ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന 15,000 എന്ന് കിട്ടും. അതായത് ടോട്ടൽ പ്രോഫിറ്റ് 15,000 എന്ന് കിട്ടും. 15,000 കിട്ടും. ഓപ്ഷൻ ബി 15,000 എന്ന് കിട്ടും. ഇതെങ്ങനെയാ ചെയ്ത്? എക്സും വൈന്റെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 3:2 ആണ്. അപ്പൊ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് 3:2 തന്നെയാണ്. പക്ഷേ 5% ഡൊണേറ്റ് ചെയ്തു. പ്രോഫിറ്റിന്റെ 5% പോയാൽ ബാക്കി എത്രയാ ഉള്ളത്? 95%. നമ്മൾ 95%. അതാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്ക് കിട്ടുന്ന എത്ര? 3/സം ഓഫ് റേഷ്യോ 3/5 ഇൻറ്റു 95% ഓഫ് എക്സ്. കിട്ടിയ എത്ര നമുക്കറിയാം? എക്സിന് 8,550 ആണ്. അപ്പൊ സോൾവ് ചെയ്യുന്നതാണ് എക്സിന്റെ വാല്യൂ. എക്സിന്റെ അല്ല, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 15,000 എന്ന് കിട്ടും. 15,000 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A, B and C enter into a partnership with capitals in the ratio 5:6:8. At the end of the business term, they receive the profit in the ratio 5:3:12. Find the ratio of time for which they contributed their capitals. 2:1:3, 1:2:3, 2:3:1, 3:2:1. And the capital ratio വന്നിട്ടുണ്ട്. CA:CB:CC. 5:6:8. പ്രോഫിറ്റിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. PA:PB:PC. ടൈമിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ പറഞ്ഞേ? പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലിന്റെ റേഷ്യോ. അത് മറക്കല്ല. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ്. ഇപ്പൊ എന്ത് വരും? 5/5 3/6:12/8. എന്ത് വരും? 1:1/2
3/2. ഇത് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി ഡിനോമിനേറ്ററിന്റെ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ. ഡിനോമിനേറ്റർ 2 തന്നെ എല്ലായിടത്തും 2 ആണ് LCM. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2:1:2. ഫ്രാക്ഷൻ വരുന്ന ഉടനെ റേഷ്യോയ്ക്കകത്ത് ഇങ്ങനെ ഫ്രാക്ഷൻ വരുന്നത് മാറ്റാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിന്റെ LCM എടുക്കും. എന്നിട്ട് ഓരോ ടേമിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 കൊണ്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്ത് കിട്ടും? 2:1:3 എന്ന് കിട്ടും. ഓപ്ഷൻ എ കിട്ടും. ഓപ്ഷൻ എ. ഇത് മറക്കരുത്. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെയും ക്യാപിറ്റലിന്റെ റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബൈ ക്യാപിറ്റലിന്റെ റേഷ്യോ ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ഓക്കെ, അത് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. X and Z invest capital in the ratio 2:1, while X and Y invest capital in the ratio 3:2. If their annual profit is 1,57,300, then what is Y's share? 48,400, 58,809, 48,810, 47,782. എക്സും വൈയും എക്സും ഇസഡും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റേഷ്യോ 2:1. എക്സും വൈയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റേഷ്യോ 3:2. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,57,300 ആണെങ്കിൽ വൈയുടെ ഷെയർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? വൈയുടെ ഷെയർ. പ്രോഫിറ്റ് അറിയാം. വൈയുടെ ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ വേണം, അല്ലെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് വേണം. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. സിമ്പിൾ പാർട്ണർഷിപ്പിന്റെ കേസിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്താ? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ അല്ലെ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. റേഷ്യോ ഓഫ് ക്യാപിറ്റൽ വേണം. പക്ഷേ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. X:Z ഉണ്ട്, X:Y ഉണ്ട്. നമുക്ക് X:Y:Z 3 പേരും കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോ വേണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോക്കി, അപ്പൊ നമുക്ക് A:Bയും B:C നമുക്ക് ഉണ്ടെങ്കിൽ A:B:C നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? A:Bയും B:C നമുക്ക് ഉണ്ടെങ്കിൽ A:B:C എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത്ര ആലോചിച്ചാൽ മതി. ഇൻവേർട്ടഡ് N എന്ന് ആലോചിച്ചാൽ മതി. ഇൻവേർട്ടഡ് N. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് വരും? A:B. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും? B:B. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും? B:C. A:Bയും B:C ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടേം A:B, സെക്കൻഡ് ടേം B:B, തേർഡ് ടേം B:C. ആ ഇൻവേർട്ടഡ് N ഷേപ്പ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻവേർട്ടഡ് N ഷേപ്പ്. ഓക്കെ, ആ ഷേപ്പിൽ പോകുന്ന ആലോചിച്ചാൽ മതി. AB, BB, BC. അതിന്റെ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A:B:C എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, X:Z, X:Y. നമുക്ക് ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആണോ? അല്ല. ഒരിടത്ത് Z, ഒരിടത്ത് X ആണ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വന്നേക്കുന്ന ഏതാ? X ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റേഷ്യോ ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. Z:X എന്ന് പറയുന്നത് 1:2, X:Y എന്ന് പറയുന്നത് 3:2. ഇപ്പൊ സംഭവിച്ചു, ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആയില്ലേ? ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻവേർട്ടഡ് N വെച്ചിട്ട് 1:3, 3:2, 6, 2:2, 4. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? X:Y:Z ആണ് കിട്ടുന്നത്? അല്ല. എന്താ കിട്ടുന്നത്? Z:X:Y. Z:X:Y. ഇവിടെ A:B:C. അതേപോലെ Z:X:Y ആയി കിട്ടി. നമുക്ക് ആ റേഷ്യോ കിട്ടി. വൈയുടെ ഷെയർ എങ്ങനെ പിടിക്കും? വൈയുടെ ഷെയർ 4 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ 13 into 1,57,300, 48,400 എന്ന് കിട്ടും. 48 വൈയുടെ ഷെയർ 48,400 എന്ന് കിട്ടും. ഓപ്ഷൻ എ എന്ന് വരും. ഓപ്ഷൻ എ. പിന്നെ അത് അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു. ഏതാ? രണ്ട് റേഷ്യോ എന്നിട്ട് അത് കമ്പൈൻ ചെയ്യാൻ. അപ്പൊ A:B BC ആണെങ്കിൽ A:B:C കണ്ടുപിടിക്കുന്ന എങ്ങനെ? ഇൻവേർട്ടഡ് N ആണ്. ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആയിരിക്കണം. എന്നിട്ട് കിട്ടുന്നത് A:B:C. ഇതിനുവേണ്ടി നമ്മൾ ഇത് ഇന്റർചേഞ്ച് ചെയ്ത് Z:X എന്നാക്കി X:Y. ഇപ്പൊ നമുക്ക് ഇൻവേർട്ടഡ് N അപ്ലൈ ചെയ്ത് കിട്ടുന്നത് എന്താ? Z:X:Y എന്നുള്ളതാണ്. ഇനി വൈയുടെ ഷെയർ കണ്ടുപിടിക്കണം. 4 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ 4/13 into 1,57,300 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്ന എത്ര? 48,400 എന്ന് കിട്ടും. 48,400. ഓപ്ഷൻ എ 48,400. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ റേഷ്യോയുടെ കമ്പൈൻ ചെയ്ത് രണ്ട് റേഷ്യോ വന്നിട്ട് മൂന്നെണ്ണം കൂടെയുള്ള കമ്പൈൻഡ് റേഷ്യോ ആക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റേഷ്യോ പ്രൊപ്പോർഷനകത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ പാർട്ണർഷിപ്പ് X invest 1/6 of the capital for 1/6 of the time. Y invest 1/3 capital for 1/3 time. And Z invest the remaining capital for the whole time. If at the end of the year the profit earned is 23,000, then what will be Y's share? And what will be Y's share?
5,500, 5,000, 6,000, 4,000. ഓക്കെ, ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. എക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിലെ 1/6 ആണ് ഫോർ 1/6 ഓഫ് ദ ഡേ. വൈ ഇൻവെസ്റ്റ് 1/3 ക്യാപിറ്റൽ ഫോർ 1/3 ടൈം. ഇസഡ് ഇൻവെസ്റ്റ് ദ റിമൈനിങ് ക്യാപിറ്റൽ ഫോർ ഹോൾ ടൈം. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് 23,000 ആണെങ്കിൽ വൈയുടെ ഷെയർ എത്ര? നമുക്ക് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. കാര്യം ഇതൊരു കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ആലോചിക്കുക. ക്യാപിറ്റൽ എന്ത് വരും നോക്കിയേ. ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ 6 ആണെന്ന് അസ്യൂം ചെയ്തു. X/Y/Z ആണ്. ടോട്ടൽ ക്യാപിറ്റൽ 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നത് 1/6 ക്യാപിറ്റൽ 1 ഇൻവെസ്റ്റ് ചെയ്തു. വൈയോ 1/3 ക്യാപിറ്റൽ, അതായത് 1/3 into 6 2 എന്ന് കിട്ടും. ഇസഡ് ബാലൻസ്, അപ്പൊ ടോട്ടൽ 6 ആയിരുന്നു, ഇപ്പൊ 3 ആയി, ബാക്കി 3. അപ്പൊ 1:2:3 റേഷ്യോയിലാണ് ക്യാപിറ്റൽ വരുന്നത്. നമ്മളിവിടെ ടോട്ടൽ ക്യാപിറ്റൽ 6 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്തത്. 6 അസ്യൂം ചെയ്യാൻ കാര്യം എന്താ? 1/6 1/3 എന്നാ പറയുന്നത്. അപ്പൊ കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ 6 അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി ടൈമിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1/6 ഓഫ് ദ ടൈമിലേക്ക് വേണ്ടി, 1/6 ടൈമിലേക്ക്. അപ്പൊ ടൈം നമ്മൾ 6 ആയിട്ട് അസ്യൂം ചെയ്തെന്ന് വിചാരിച്ചു. 1/6 ടൈം പീരീഡിലേക്കാണ് 1/6 ടൈമിലേക്കാണ് എക്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1/6 ഓഫ് 6 അവിടെ 1 തന്നെ. അടുത്ത് വൈയും 1/3 ടൈമിലേക്കാണ്, അതും ഓക്കെ. ഇസഡോ ഹോൾ ടൈമിലേക്കാണ്, അപ്പം 6 എന്ന് കിട്ടും, അതും ഓക്കെ. ഇനി if at the end of the year the profit earned is 23,000, then what is y share? വൈയുടെ ഷെയർ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈം. 1 into 1 1, 2 into 2 4, 3 into 6 18. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് കിട്ടി. ചോദിച്ചേക്കുന്ന വൈയുടെ ഷെയർ ആണ്. വൈയുടെ ഷെയർ എത്ര വരും? വൈയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് 23,000 ആണ്. അപ്പൊ എത്ര വരും നമുക്ക്? വൈയുടെ ഷെയർ 4,000 എന്ന് കിട്ടും. 4,000. വൈയുടെ ഷെയർ 4,000 എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ക്യാപിറ്റൽ 6 ടൈം 6 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. ക്യാപിറ്റൽ 6 ആകുമ്പോൾ x1 y2 z3, ടൈം 6 ആകുമ്പോൾ x1 y2 z6. അപ്പൊ ക്യാപിറ്റൽ ഇൻറ്റു ടൈം എടുത്തു. അപ്പൊ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് കിട്ടും. കാര്യം കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. 1:4:18 എന്ന് കിട്ടും. വൈയുടെ ഷെയർ ആയി വെച്ചിരിക്കുന്നത് 4 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ് 23,000. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ ഷെയർ ആയ 4,000 എന്ന് കിട്ടും, 4,000 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 partners A, B and C had business. A, whose money had been used for 4 months, claimed 1/8 profit. B, whose money was used for 6 months, claimed 1/3 of the profit. C had invested rupees 1,560 for 8 months. How much did A contribute? 620, 720, 820, none of these. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പേരുണ്ട്, എ ബി സി. എയുടെ മണി 4 മാസത്തേക്ക് യൂസ് ചെയ്തു, പ്രോഫിറ്റിന്റെ 1/8 ആണ് ചോദിച്ചേക്കുന്നത്. ബി 6 മാസം യൂസ് ചെയ്തു, 1/3 പ്രോഫിറ്റ് ആണ് കിട്ടിയേക്കുന്നത്. സി എന്ന് പറയുന്നത് 1,560 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് 8 മാസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ എ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. എ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഓക്കെ, ഇത് കോമ്പൗണ്ട് പാർട്ണർഷിപ്പ് ആണ്. ഓക്കെ, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ഇപ്പൊ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചൂടെ? പ്രോഫിറ്റിന്റെ എ എന്ന് പറയുന്നത് 1/8 എടുത്തെന്നാ പറഞ്ഞത്. എ 1/8, ബിയോ 1/3 എടുത്തെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 1/8 1/3 ഇപ്പൊ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8ന്റെ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് ടോട്ടൽ ഞാൻ 24 ആണെന്ന് അസ്യൂം ചെയ്തു. ജസ്റ്റ് 8ന്റെ 3യുടെ മൾട്ടിപ്പിൾ 24 ആണ്. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര കിട്ടിയേ? 1/8 പ്രോഫിറ്റ്. 1/8 into 24 എത്ര? 3 എന്ന് കിട്ടി. അത് ബി എത്രയാ? 1/3 ആണ്. അപ്പൊ 24ന്റെ 1/3 8 കിട്ടി. അപ്പൊ തന്നെ 11 ആയി. ബാലൻസ് എത്ര വരും? ബാലൻസ് 13 വരും. പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി 3:8:13 എന്ന് കിട്ടി. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്താ? റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്, അതായത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പം എയുടെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ ടൈം എത്ര നമുക്കറിയാം. എയുടെ ഇൻവെസ്റ്റ്മെന്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. ടൈം എത്രയാ? ടൈം 4 മാസമാണ്, അത് നമുക്കറിയാം. ബി അവിടെ നിൽക്കട്ടെ. സിയുടെ കേസിലോ? സി എമൗണ്ട് നമുക്കറിയാം 1,560 ആണ്. എത്ര നാളത്തേക്കാ? 8 മാസമാണെന്ന് അറിയാം. അപ്പൊ അത് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാം. എത്ര കിട്ടും? എക്സ് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1560 ഇൻറ്റു 8 എന്ന് പറയുന്നത് 3/30. സിംപ്ലിഫൈ ചെയ്തേ. എക്സ് എന്ന് പറയുന്നത് 3/13 ഇൻറ്റു 1560 ഇൻറ്റു 2. എത്ര കിട്ടി?
720 എന്ന് കിട്ടി. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി 720 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ആദ്യം പ്രോഫിറ്റിന്റെ റേഷ്യോ ഡയറക്ട്ലി കിട്ടും. എങ്ങനെ കിട്ടിയ 1/8 ആണ് എ, ബി 1/3 ആണ്, ബാക്കി സി ആണ്. അപ്പം 1/8 1/3 ഡെസിമൽ കിട്ടാൻ വേണ്ടി 24 ആയിട്ട് അസ്യൂം ചെയ്ത് പ്രോഫിറ്റ്. അപ്പൊ 3:8:30 എന്ന് കിട്ടി. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം. ടൈം നമുക്കറിയാം എയുടെ സിയുടെ. സിയുടെ ക്യാപിറ്റൽ നമുക്കറിയാം, എയുടെ കണ്ടുപിടിക്കാമല്ലോ. 3:30 എന്നറിയാം. മറ്റേ റേഷ്യോ കൂടെ വെച്ചിട്ട് നമ്മൾ 720 എന്ന് കിട്ടാം. 720 ഓപ്ഷൻ ബി 720 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Samir started a cotton manufacturing business and he invested rupees 76,000 in it. After some months, his friend Soma came and joined with him with rupees 57,000. At the end of the year, the total profit was divided among them in the ratio of 2:1. Find after how many years Soma joined the business. Okay, 2 months, 3 months, 4 months, 5 months. ഇപ്പൊ സമീർ 76,000 കൊണ്ട് ഒരു കോട്ടൺ മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങി. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ സോമ വന്നു. ഓക്കെ, എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് സോമ വന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോമ 57,000 രൂപയാണ് ഇട്ടത്. ഓക്കെ, പ്രോഫിറ്റ് അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത് 2:1 റേഷ്യോയിലാണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2:1 ആണ്, 2/1 ആണ്. ഓക്കെ, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ഇക്വലന്റ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻറ്റു ടൈം ആണ് ഇക്വലന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 76,000 രൂപ കൊണ്ടാണ് സമീർ വന്നിരിക്കുന്നത്. സമീർ ഫുൾ 12 മന്ത്സ് 1 ഇയറിലേക്ക് ഉണ്ടായിരുന്നു. 57,000 രൂപ കൊണ്ടാണ് സോമ ഫ്രണ്ട് വരുന്നത്. എത്ര നാൾ ഉണ്ടായിരുന്നു അത് നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര നാൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. എക്സ് എന്ന് പറയുന്നത് എത്ര നാൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നുള്ള, തെറ്റിപ്പോയത്. എത്ര നാൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. സോൾവ് ചെയ്തേ. 0 പോയി 19 വെച്ചിട്ട് പോകും. എന്ത് വരും? എക്സിന്റെ വാല്യൂ 16/2 8 എന്ന് കിട്ടും. 8 മന്ത്സ് എന്ന് കിട്ടും. 8 മന്ത്സ്, അതായത് 8 മന്ത്സ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു സോമ. അതിന്റെ അത് എത്ര നാൾ കഴിഞ്ഞിട്ടാ വന്നേക്കുന്നത്? നമ്മുടെ ആൻസർ 4 മന്ത്സ് എന്ന് വരും. 4 മാസം കഴിഞ്ഞപ്പോഴാണ് സോമ വരുന്നത്. അങ്ങനെ 8 മാസം ബിസിനസ്സിലുണ്ടായിരുന്നു. എപ്പോഴും ഓർക്കുക, ഇക്വലന്റ് ക്യാപിറ്റലിനകത്ത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം എന്ന് പറയുന്നത്, ആ ടൈം എന്ന് പറയുന്നത് എത്ര നാൾ ആ എമൗണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളതാണ്. ബിസിനസ്സിൽ എത്ര നാൾ ആ ക്യാപിറ്റൽ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പം അത് തെറ്റരുത്. ഈ എക്സ് എന്ന് പറയുന്നത് എത്ര നാൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നുള്ള ചോദിച്ചേക്കുന്നത്, എത്ര നാൾ കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. അപ്പം 12 - 8 4 മന്ത്സ് എന്ന് കിട്ടും. 4 മന്ത്സ് ഓപ്ഷൻ സി 4 മന്ത്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A, B and C are 3 partners. They all together invested rupees 14,000 in business. At the end of the year, A got rupees 337.50, B rupees 1,125 and C rupees 637.50 as profit. The difference between the investments of B and A was 2,200, 3,200, 4,200, 5,250. A, B and C are 3 partners. They all together invested 14,000 in business. മൊത്തം 14,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എക്ക് 337, ബിക്ക് 1,125, സിക്ക് 637 പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. അപ്പൊ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പ്രോഫിറ്റും സെയിം ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്ട്ലി, റേഷ്യോ ആയിട്ടല്ല, വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 337/1125/637.50. ഇത് തന്നെയാണ് എന്ത്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. കാര്യം സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. തെറ്റിപ്പോ സിമ്പിൾ പാർട്ണർഷിപ്പ് ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ടോട്ടലി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 14,000 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റേഷ്യോ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുക. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നോക്കുക എന്ത് വരുമെന്ന്. ഓക്കെ, ഇത് ഡെസിമൽ മാറ്റം നമുക്ക് 3375/11250 ഒരു 10 വെച്ചിട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു ഇതെടുത്തു. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ആക്കിയേ. എത്ര വരുമെന്ന് നോക്കിയേ. 5 വെച്ച് കട്ട് ചെയ്യുന്നു. ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിക്കാം. 5 വെച്ച് കട്ട് ചെയ്യുന്നു. ഇത് വരുന്നുണ്ട്. ഓക്കെ, 5 വെച്ച് കട്ട് ചെയ്തു. ഇനി എന്ത് വരും? ഇനി അടുത്തത് 5 വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? 1 3 5. വീണ്ടും 5 വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? 3 വെച്ച് കട്ട് ചെയ്യാൻ 9:30:70 എന്ന് കിട്ടും. അപ്പൊ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ 9:30:70 കിട്ടും. അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. ഓക്കെ, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞേക്കുന്നത് 14,000 ആണ്. ഓക്കെ, ചോദിച്ചേക്കുന്നത് ബി എയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എയുടെ ആണെങ്കിൽ നേരെ കണ്ടുപിടിക്കാം, ബിയുടെ ആണ് നേരെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത് എയുടെ ബിയുടെ.
റേഷ്യോയിലാണ് ഡിഫറൻസ് എത്രയാ? റേഷ്യോ ഡിഫറൻസ് 9 30 ഡിഫറൻസ് 21 ആണ്. 21 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ എന്ത് കിട്ടും? സം ഓഫ് റേഷ്യോ 56 എന്ന് കിട്ടും ഇൻറ്റു 14,000. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ എന്ന് പറയുന്നത്. ബി ആൻഡ് എ 250 എന്ന് കിട്ടും, 5250 എന്ന് കിട്ടും. ആൻസർ 5250 എന്ന് കിട്ടും. 5250. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡി 5250 എന്ന് കിട്ടും. എ കണ്ടുപിടിച്ച് ബിയും കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ ഡയറക്ട്ലി എയുടെ ബിയുടെ ഡിഫറൻസ് ചോദിച്ചാൽ ആ ഡിഫറൻസ് തന്നെ അങ്ങ് എടുത്താൽ മതി. 21 ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു 14,000. 14,000 എവിടുന്നാ വന്നേ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 14,000 തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ആകെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇതൊരു വലിയ ഇങ്ങനത്തെ വാല്യൂ സിംപ്ലിഫൈ ചെയ്തൊരു റേഷ്യോ നല്ല സിമ്പിൾ ഫോമിലാക്കണമായിരുന്നു. ഓക്കെ.